عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد. അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹുക്മുൽ ഗിന, സംഗീതത്തിന്റെ വിധി, ഇസ്ലാമിലുള്ള വിധിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് വായിക്കുന്നത്. അതുപോലെ തന്നെ സംഗീതത്തെ സംബന്ധിച്ച് സലഫുകൾ പറഞ്ഞിട്ടുള്ള ചില വചനങ്ങളും വായിക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഇസ്തിമാഅ ഇലൽ അഗാനി ഹറാമുൻ വ മുൻകറുൻ. സംഗീതം കേൾക്കുക എന്നുള്ളത് ഹറാമാണ്. വ മുൻകറുൻ, തിന്മയാണ്. വമിൻ അസ്ബാബി മറദിൽ ഖുലൂബി, ഹൃദയത്തിന് രോഗം ബാധിക്കുക, ആ ഹൃദയത്തിന് ഉണ്ടാകുന്ന രോഗങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ്. ഹൃദയത്തിന് രോഗം ബാധിക്കുക, അതിന്റെ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് സംഗീതം കേൾക്കുക എന്ന് പറഞ്ഞത്. വഖസ്വതിഹ, ഹൃദയം കടുത്തു പോകാനും കാരണമാണ് സംഗീതം കേൾക്കുക എന്ന് പറഞ്ഞാൽ. വസദ്ദിഹ അൻ ദിക്രില്ലാഹി വ അനിസ് സ്വലാ, നമസ്കാരത്തിൽ നിന്നും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും തടയുന്നതാണ്, അതിന് കാരണമാകുന്നതാണ് സംഗീതം കേൾക്കുക എന്നുള്ളത്. വഖദ് ഫസ്സറ അക്സറു അഹ്ലിൽ ഇൽമി ഖൗലഹു തആല, സൂറത്തുൽ ലുഖ്മാനിലെ വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ലഹുൽ ഹദീസ്, വിലക്ക് വാങ്ങുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്തുൽ ലുഖ്മാനിലെ ഈ വചനത്തെ അധിക മുഫസ്സിറുകളും വിശദീകരിച്ചിട്ടുള്ളത്, പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത് ബിൽ ഗിനാഇ, ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് സംഗീതമാണ്, മ്യൂസിക്കാണ് എന്നാണ് അധിക പണ്ഡിതന്മാരും ലഹുൽ ഹദീസിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. വകാന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യുഖ്സിമു അലാ അന്ന ലഹുൽ ഹദീസ് ഹുവൽ ഗിനാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു, ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് സംഗീതമാണ്. സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞിട്ടുള്ള ലഹുൽ ഹദീസ്, വിനോദ വാർത്ത എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നത്. അതുകൊണ്ടുള്ള ഉദ്ദേശം, അദ്ദേഹം വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അത് സംഗീതമാണ്, അല്ലാഹുവാണ് സത്യം, അത് സംഗീതമാണ്, അല്ലാഹുവാണ് സത്യം, അത് സംഗീതമാണ് എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. മാത്രമല്ല വഇദാ കാന മഅൽ ഗിനാഇ ആലതു ലഹ്വിൻ കർറബാബതി വൽ ഊദി വൽ കമാനി വത്തബൽ, ഈ സംഗീതത്തോടൊപ്പം തന്നെ ആലത്തു ലഹ്വ്, വിനോദത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം കൂടി ഉണ്ടെങ്കിൽ, ഏതുപോലെ കർറബാബതി വൽ ഊദ്, റബാബത്ത് എന്ന് പറഞ്ഞാൽ വീണ, ഊദ് എന്ന് പറഞ്ഞാലും വീണയാണ്. ഈ റബാബത്തും ഊദൊക്കെ സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അതുപോലെ തന്നെ വൽ കമാൻ, കമാൻ എന്ന് പറഞ്ഞാൽ വയലിൻ, അതുപോലെ തന്നെ വത്തബൽ, തബല, ചെണ്ട, ഇതൊക്കെ ഈ പറഞ്ഞ 4 കാര്യങ്ങളും സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ സോറത്ത് തഹ്രീമു അശദ്ദ, അപ്പൊ ഹറാം ഒന്നുകൂടി ശക്തമായി. ഈ പറഞ്ഞ ഉപകരണങ്ങളൊക്കെ കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഹറാമിന്റെ ഗൗരവം കൂടി എന്നുള്ളതാണ്, കൂടും എന്നാണ് പറയുന്നത്. വദകറ ബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അന്നൽ ഗിനാഅ ബിആലതി ലഹ്വിൻ മുഹറമുൻ ഇജ്മാഅ, ഈ ഇത്തരത്തിലുള്ള വിനോദത്തിന്റെ ഉപകരണങ്ങൾ കൊണ്ട് ഗിന, പാട്ട്, സംഗീതം നടത്തുക എന്നുള്ളത് അത് ഹറാമാണ് എന്നതിൽ ഇജ്മാ ഉണ്ട്, ഏകാഭിപ്രായക്കാരനാണ്. ഫൽ വാജിബു അൽ ഹദ്റു മിൻ ദാലിക്, അതുകൊണ്ട് തന്നെ
അതിൽ നിന്ന് ജാഗ്രത പാലിക്കൽ, സൂക്ഷ്മത പാലിക്കൽ നിർബന്ധമാണ്. വഖദ് സഹ്ഹ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, സംഗീതത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, റസൂലുള്ളാഹി പറയാണ്, ഈ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ ഉണ്ടാകും, ഈ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. യസ്തഹില്ലൂനൽ ഹിറ, ഹിറ എന്ന ഹിറ രണ്ട് രൂപത്തിലും വായിക്കാം. അവർ വ്യഭിചാരത്തെ ഹലാലാക്കും. വൽ ഹരീറ, പട്ടുവസ്ത്രത്തെ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രത്തെ ഹലാലാക്കും. വൽ ഖംറ വൽ മഅസിഫ, അതുപോലെ തന്നെ മദ്യത്തെയും അതുപോലെ തന്നെ സംഗീതോപകരണങ്ങളെയും അവർ ഹലാലാക്കും. അത്തരത്തിലുള്ള ചില ആളുകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. വൽ ഹിറ എന്ന് പറഞ്ഞാൽ വൽ ഫർജുൽ ഹറാം. ഇവിടെ ഹിറ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹറാമായ ഫർജാണ്, പിന്നെ സ്ത്രീകളുടെ അവയവം, യാനി അസിന. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യഭിചാരമാണ്. ഹിറ അല്ലെങ്കിൽ ഹിറ എന്ന് പറഞ്ഞാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹദീസിൽ വന്നിട്ടുള്ളത് വ്യഭിചാരമാണ്. അപ്പൊ വ്യഭിചാരത്തെ ഹലാലാക്കുന്ന ഒരു വിഭാഗം കടന്നു വരും. അതുപോലെ തന്നെ പട്ടുവസ്ത്രത്തെ ഹലാലാക്കുന്ന ഒരു വിഭാഗം കടന്നു വരും. അതുപോലെ തന്നെ കള്ള്, മദ്യത്തെ ഹലാലാക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അതുപോലെ തന്നെ വൽ മആസിഫ്, മആസിഫ് എന്ന് പറഞ്ഞാൽ ഈ അൽ അഗാനി, അത് സംഗീതമാണ്. അതുപോലെ തന്നെ ആലാത്തു ത്വറബ്, ഈ സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എന്ന് ഇതിനെ വിശദീകരിച്ച് പറയാൻ. എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയാൻ, ഈ ആയത്തും അതുപോലെ തന്നെ ഈ ഹദീസും രണ്ട് തെളിവുകൾ ഇവിടെ പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, വഊസീക വഗൈറക ബിസമാഇ ഇദാഅത്തിൽ ഖുർആനിൽ കരീം, നിന്നോടും അതുപോലെ തന്നെ ഈ അല്ലാത്ത ആളുകളോടൊക്കെ എനിക്ക് വസിയത്ത് ചെയ്യാനുള്ള കാര്യം എന്താണ്? ബിസമാഇ ഇദാഅത്തിൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിന്റെ അത് പാരായണം ചെയ്യുന്ന റേഡിയോ അത് കേൾക്കുക. വബർനാമിജി നൂരിൻ അലദ്ദർബ്, നൂറുൻ അലദ്ദർബ് എന്ന് പറഞ്ഞ റേഡിയോ ആണ്, ഗൾഫിലുള്ള അല്ലെ അറബി റേഡിയോ ആണ്. അതിലൊരുപാട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അതുപോലെ തന്നെ ഉലമാക്കളെ ഫത്വകളും ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. ആ റേഡിയോ നീ കേൾക്കണം എന്ന് ഞാനോട് വസിയത്ത് ചെയ്യാണ്. വഫീഹിമ ഫവായിദു അളീമ, ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലൊന്നും വിശുദ്ധ ഖുർആനിന്റെ അത്തരത്തിലുള്ള റേഡിയോകൾ, അതിൽ നിന്ന് ഖുർആൻ പാരായണം ധാരാളമായി കേൾക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല റേഡിയോകൾ കേൾക്കുക, അതിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കേൾക്കുക എന്നുള്ള അതിൽ ധാരാളം മഹത്തരമായ ഗുണങ്ങളുണ്ട്, ഫായിദകളുണ്ട്. വശുഖുലു ശാഖിലിൻ അൻ സമാഇൽ അഗാനി വആലാത്തി ത്വറബ്, മാത്രമല്ല ഇത്തരത്തിലുള്ള സംഗീതം കേൾക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ സംഗീതോപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള മറ്റു ഗാനങ്ങളൊക്കെ കേൾക്കുന്നതിൽ നിന്ന് അതിൽ നിന്ന് ശുഗലാക്കുന്ന, അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യമാണ് എന്ത്? ഇത്തരത്തിൽ വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങളും ഇത്തരം ക്ലാസ്സുകളൊക്കെ കേട്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റും എന്ന് ഷെയ്ഖ് വസിയത്ത് ചെയ്യാണ്. എന്ന് ഷെയ്ഖ് പറയുന്നത് അമ്മ സിവാജു, എന്നാൽ വിവാഹ ദിവസം, ഫയുശ്റഉ ഫീഹി, വിവാഹത്തിൽ ഫയുശ്റഉ ഫീഹി ദർബു ദുഫി മഅൽ ഗിന അൽ മുഅ്താദ്, ദഫ് എന്ന് പറയാൻ ദുഫ് എന്ന് വായിക്കാം, ദഫടിക്കുക. ഈ കല്യാണ ദിവസത്തിൽ ദഫടിക്കുക എന്നുള്ളത് എന്താണ്? ശർആക്കപ്പെട്ട കാര്യമാണ്, ദീനുള്ള കാര്യമാണ്. മഅൽ ഗിനാഇൽ മുഅ്താദ് അല്ലദീ ലൈസ ഫീഹി ദഅവത്തുൻ ഇലാ മുഹറമിൻ, എങ്ങനെയുള്ള അവിടെ നാട്ടിലുള്ള പിന്നെ ശബ്ദം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പിന്നെ ആദത്ത് ആയിട്ടവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് അത്തരത്തിലുള്ള പാട്ടുകളും അതാകാവുന്നതാണ്. പക്ഷെ എന്താണ്? ഹറാമിലേക്ക് ക്ഷണിക്കുന്ന ഒന്നും അതിലുണ്ടാകാൻ പാടില്ല. ആ അൽഫാദുകളിൽ, അതിലുള്ള ലഫ്ലുകളിൽ ഹറാമിലേക്ക് പ്രേരണ നൽകുന്ന ഒന്നും അതിലുണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള സാധാരണ പിന്നെ മറ്റു മ്യൂസിക് ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാത്ത രൂപത്തിലുള്ള പാട്ട് ആവാവുന്നതാണ് ദഫ് ഉപയോഗിച്ചുകൊണ്ട്. വല മദ്ഹുൻ ലി മുഹറമിൻ, മാത്രമല്ല ഈ ഇത്തരത്തിൽ വിവാഹ ദിവസങ്ങളിൽ പാടുന്ന പാട്ടിൽ എന്തുണ്ടാകാൻ പാടില്ല? ഹറാമിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള, അതുപോലെ പ്രേമകാവ്യങ്ങൾ, അതുപോലെ പിന്നെ പ്രേമം, അതുപോലെ തന്നെ വിചാരത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന അത്തരത്തിൽ ഹറാമായ കാര്യങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് അത്തരത്തിലുള്ള
കാര്യങ്ങളും ഇതിൽ കടന്നു വരാൻ പാടില്ല ഈ പാട്ടില്. ആ നിലക്ക് എന്താണ് ദഫടിച്ചുകൊണ്ടുള്ള ചെറിയ രൂപത്തിൽ പാട്ട് ആവാവുന്നതാണ്. ഫി വഖ്തിൻ മിനൽ ലൈലി, അതും രാത്രിയിലെ ഒരു സമയം, ചെറിയ സമയം. ലിന്നിസാഇ ഖാസതൻ, സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായി. അത് തന്നെ ചെറിയ കുട്ടികൾക്ക് എന്നൊക്കെ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ലിഇലാനിൻ നിക്കാഹ്, എന്തിനാണ് ഈ പാട്ട് നടക്കുന്നത്? നിക്കാഹിനെ പരസ്യപ്പെടുത്താനാണ്. നിക്കാഹ് പരസ്യപ്പെടുത്തുക എന്നുള്ള സുന്നത്തായിട്ടുള്ള കാര്യമാണ്. റസൂലിന്റെ കാലത്ത് പിന്നെ ആ രൂപത്തിൽ ശബ്ദം അടിച്ചുകൊണ്ട് എന്താണ് നിക്കാഹിനെ പരസ്യപ്പെടുത്താറുണ്ട്. വൽഫർഖി ബൈനഹു വബൈന സിഫാഹി, അതുപോലെ തന്നെ നിക്കാഹിനും അതുപോലെ നിയമാനുസൃതമായ നിക്കാഹ്, അതാണ് നിക്കാഹ്. സിഫാഹ് എന്ന് പറഞ്ഞാൽ നിയമാനുസൃതം അല്ലാത്ത, നിയമല്ലാത്ത, പിന്നെ നിയമത്തിന് വിധേയമാകാത്ത വിവാഹം. അതും നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യഥാർത്ഥ നിക്കാഹും തമ്മിലുള്ള വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണത്. റസൂലുള്ള പറഞ്ഞത് ആലിനും നിക്കാഹ്, നിങ്ങൾ നിക്കാഹിനെ ഇഅ്ലാൻ ചെയ്യണം, പരസ്യപ്പെടുത്തണം. കമാ സ്വഹത്തി സുന്നത്തു ബിദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് വന്നിട്ടുണ്ട്. ഈ ഇഅ്ലാനു നിക്കാഹിനെ പിന്നെ പരസ്യപ്പെടുത്തണം, അത് ഇത്തരത്തിൽ ശബ്ദമടിച്ചുകൊണ്ട് പരസ്യപ്പെടുത്തുക എന്നുള്ള റസൂലിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ നിലക്ക് നിക്കാഹിനെ ഇഅ്ലാൻ ചെയ്യുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയുടെ ഒരു കുറഞ്ഞ സമയത്ത് പ്രത്യേകം ചില സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ഖിന, അത് ദഫടിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്, തെറ്റില്ലാതെ ശറഅക്കപ്പെട്ടതാണ്. എന്നാൽ ഇതിൽ തന്നെ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? അമ്മത്തബലു ഫലാ യജൂസു ദർബുഹു ഫിൽ ഉർസ്, ഈ വിവാഹ ദിവസത്തിൽ ഇങ്ങനെ തബല, ചെണ്ട അടിക്കാനൊന്നും പറ്റൂല. ഈ ദഫ് മാത്രം അനുവദിച്ചിട്ടുള്ളൂ. അതന്നെ ഈ പറഞ്ഞ കുറഞ്ഞ സമയം പ്രത്യേക ആളുകൾക്ക് ഇഅ്ലാനു നിക്കാഹ് എന്ന ഉദ്ദേശത്തിൽ. ബൽ യക്തഫി ബിദ്ദുഫി ഖാസതൻ, അത് ദഫിന് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. അന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണം ദഫ് മാത്രം. വലാ യജൂസു ഇസ്തിഅമാലു മുകബ്ബിറാത്തി സൗതി ഫി ഇഅ്ലാനി നിക്കാഹ്, മാത്രമല്ല ഈ നിക്കാഹ് പരസ്യപ്പെടുത്തുന്നതിൽ മുകബ്ബിറാത്തു സൗത്ത്, ലൗഡ് സ്പീക്കർ, അത് ഉപയോഗിക്കാൻ പാടില്ല. ലൗഡ് സ്പീക്കറും അതുപോലത്തെ അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കൽ ജായിസല്ല. വമാ യുഖാലു ഫീഹി മിനൽ അഗാനി അൽ മുഅ്താദ, അതുപോലെ തന്നെ അതിൽ സാധാരണയായി ചൊല്ലപ്പെടുന്ന പിന്നെ ഈ പറയുന്ന സംഗീതങ്ങളും അന്നും അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കൽ പാടില്ലാത്തതാണ്. കാരണം എന്താ? ലിമാ ഫീ ദാലിക മിനൽ ഫിത്നത്തിൽ അളീമ, അതില് എന്തുകൊണ്ടാണ് ഇത് പാടില്ല എന്ന് പറയുന്നത്? അതിൽ ഒരുപാട് ഫിത്ന ഉണ്ട്, വലിയ ഫിത്നകൾ അതിലുള്ളത് കൊണ്ടാണ്. വൽ അവാഖിബിൽ വഖീമ, ഇത്തരത്തിൽ ചണ്ടകളും അതുപോലെ തന്നെ ലൗഡ് സ്പീക്കറൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഗാനമേള പോലെ ആ രൂപത്തിൽ നടത്തിയാൽ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഫിത്ന ഉണ്ട്. മാത്രമല്ല മോശമായ വൃത്തികെട്ട പര്യവസാനവും ഫലവുമുണ്ട്. വഈദാഇൽ മുസ്ലിമീൻ, മാത്രമല്ല മുസ്ലിങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ള കാര്യമുണ്ട്. വലിയ ശബ്ദത്തിൽ ഇത്തരത്തിലുള്ള പാട്ടും സംഗീതവും ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ള ജനങ്ങൾക്ക് ഉപദ്രവമാണ്. അതൊക്കെ ഇതിലുള്ളത് കൊണ്ടാണ്. വലാ യജൂസു അയ്ളൻ ഇതാലത്തുൽ വഖ്തി ഫീ ദാലിക്, മാത്രമല്ല അനുവദനീയമല്ലാത്ത മറ്റൊരു കാര്യമാണെന്ത്? ഈ നിക്കാഹിന്റെ ഭാഗമായിട്ടുള്ള ദഫ് കൊണ്ടുള്ള കളിയാണെങ്കിൽ തന്നെ അതിൽ കൂടുതൽ സമയമെടുക്കുക എന്നുള്ളതും എന്തല്ല, അനുവദനീയമായ കാര്യമല്ല. ബൽ യക്തഫി ബിൽ വഖ്തിൽ ഖലീൽ അല്ലദി യഹ്സുലു ബിഹി ഇഅ്ലാനു നിക്കാഹ്, വളരെ കുറഞ്ഞ സമയം, അതോടുകൂടി എന്ത് ചെയ്യണം? ഈ ഇഅ്ലാനു നിക്കാഹ് ഉണ്ടാകുക, നിക്കാഹ് പരസ്യപ്പെടുക എന്നുള്ളൊരു സംഭവം ഉണ്ടാകുന്ന അത്രയും സമയം, അത്തരത്തിലൊരു വളരെ കുറഞ്ഞ സമയം അതാവാമെന്ന് മാത്രം, അല്ലാതെ ദീർഘമായ സമയം അത് അനുവദനീയമല്ല. കാരണം ലിഅന്ന ഇതാലത്തൽ വഖ്തി തുഫ്ളി ഇലാ ഇളാഅത്തി സ്വലാത്തിൽ ഫജ്ർ, കാരണം ദീർഘമായി ഈ സംഭവം നടത്തുക എന്നുള്ളത്, സമയദൈർഘ്യം, ഒരുപാട് സമയം ഇത് നടത്തുക എന്നുള്ളത് തുഫ്ളി ഇലാ ഇളാഅത്തി സ്വലാത്തിൽ ഫജ്ർ, അതൊരു പക്ഷേ ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നതിലേക്ക് അത് എത്തിക്കും. രാത്രി ദീർഘമായി അത് സംഘടിപ്പിച്ചാൽ പക്ഷെ സുബൈ നഷ്ടപ്പെടും. അതുപോലെ തന്നെ വന്നൗമി അൻ അദാഇഹ ഫീ വഖ്തിഹ, സുബൈ അതിന്റെ കൃത്യമായ സമയത്ത് പിന്നെ നിർവഹിക്കുന്നതിൽ നിന്ന് ഉറക്കം ഉണ്ടാകുക, ആ സമയത്ത് ഉറക്കം വരും. ഈ രാത്രി ഒരുപാട് സമയം ദീർഘമായി ഈ പാട്ടിലും കളിയിലും ആയാൽ എന്ത് ചെയ്യും? ആ സുബഹിന്റെ സമയത്ത് അത് ഉറങ്ങും, ആ ഉറക്കത്തിലേക്ക് അത് എത്തിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വദാലിക മിൻ അക്ബരിൽ മുഹറമാത്ത്, അങ്ങനെ എത്തുക എന്നുള്ളത് എന്താണ്? വലിയ
വലിയ പാപാണത്. സുബഹി മിസ്സാക്കുക എന്നുള്ളത് വമ്പിച്ച തെറ്റാണത്. വമിന അമാലിൽ മുനാഫിഖീൻ, അത് മുനാഫിഖുകളുടെ അമലാണ്. സുബഹിസ്കാരം പിന്തിപ്പിക്കുക, ജമാഅത്തിന് വരാതിരിക്കുക എന്നൊക്കെ ഉള്ളത് പിന്നെ അത് മുനാഫിഖുകളുടെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്ന ഭാഗം. ഇനി ഇതിൽ ഉള്ള സലഫുകളുടെ ചില വചനങ്ങൾ. ഹാദി അദില്ലത്തുൻ അലാ തഹരീമിൽ ഗിനാഇ മിൻ അഖ്വാലി സലഫി സ്വാലിഹ് റിദ്വാനുല്ലാഹി അലൈഹിം. ചില ഗിന ഹറാമാണ് എന്നറിയിക്കുന്നതായ ചില സലഫുകളുടെ വചനങ്ങൾ. ഇതിൽ ഒന്നാമത്തേത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. قال أبو بكر الصديق رضي الله عنه അദ്ദേഹം പറഞ്ഞു അൽ ഗിനാഉ വൽ അസ്ഫു മിസ്മാറു ശൈത്താൻ. സംഗീതവും പാട്ടും എന്നുള്ളത് എന്താണ്? ശൈത്താന്റെ കുഴലാണ്, ശൈത്താന്റെ പൈപ്പാണ്. പൈപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സംഗീതത്തിന് ഉപയോഗിക്കുന്ന പിന്നെ എന്തായാലും പറയാം ഓടക്കുഴൽ, സംഗീതത്തിന് ഉപയോഗിക്കുന്ന അതാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുപോലെ തന്നെ വഖാല ഇമാമു മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു അൽ ഗിനാഉ, ഈ സംഗീതം എന്ന് പറയുന്നത് ഇന്നമാ യഫ്അലുഹുൽ ഫുസ്സാഖു ഇൻദനാ, നമ്മുടെ അടുത്ത് ഈ സംഗീതം എന്ന് പറയുന്ന കാര്യം തെമ്മാടികൾ മാത്രമേ ചെയ്യുള്ളൂ. തെമ്മാടികൾ ചെയ്യുന്ന പ്രവർത്തനമാണെന്ത്? ഈ സംഗീതം എന്നുള്ളത്. വശാഫിഇയ്യതു യുശബ്ബിഹൂന അൽ ഗിനാഅ ബിൽ ബാതിൽ വൽ മുഹാൽ. ഷാഫി മദ്ഹബിലെ ആളുകൾ അവര് യുശബ്ബിഹൂന അൽ ഗിനാഅ, അവർ സംഗീതത്തെ ഉപമിക്കുക ബിൽ ബാതിൽ വൽ മുഹാൽ, അസത്യത്തോടും അതുപോലെ തന്നെ മുഹാൽ നിരർത്ഥകമായ കാര്യത്തോടുമാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വഖാല അൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു അൽ ഗിനാഉ യുൻബിതു നിഫാഖ ഫിൽ ഖൽബ്. സംഗീതം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ നിഫാഖിനെ നട്ടുവളർത്തും. അൽ ഗിനാഉ യുൻബിതു നിഫാഖ ഫിൽ ഖൽബ് ഫലാ യുഅജിബുനി, അതെന്നെ അത്ഭുതപ്പെടുത്തുകയില്ല, അതെനിക്ക് ഇഷ്ടമില്ല എന്ന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു. അതുപോലെ തന്നെ വഖാല അസ്ഹാബുൽ ഇമാമി അബി ഹനീഫ, അബു ഹനീഫ ഇമാമിന്റെ ഹനഫി മദ്ഹബിലുള്ള ആളുകൾ പറഞ്ഞ കാര്യമാണത് ഇസ്തിമാഉൽ നഗാനി ഫിസ്ഖുൻ, സംഗീതം കേൾക്കുക എന്നുള്ളത് തെമ്മാടിത്തമാണ്, ഫിസ്ഖാൻ, അധർമ്മമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വഖാല ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഉസ്സാനി, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞു അൽ ഗിനാഉ ബദ്ഉഹു മിനശ് ശൈത്താൻ, സംഗീതം അതിന്റെ തുടക്കം അത് ശൈത്താനിൽ നിന്നാണ്. വആഖിബതുഹു സുഖ്തുർ റഹ്മാൻ ലിസഖ്തുർ റഹ്മാൻ, അതിന്റെ പര്യവസാനം റഹ്മാനായ അള്ളാഹുവിന്റെ കോപമാണ്. അതിന്റെ തുടക്കം പിശാചിൽ നിന്നാണ്, അതിന്റെ ആഖിബത്ത് അള്ളാഹുവിന്റെ കോപം ലഭിക്കുക എന്നുള്ളിടത്തേക്കാണ് എത്തിക്കുക എന്നാണ്. അതുപോലെ തന്നെ വഖാലൽ ഇമാമുൽ ഖുർത്തുബി റഹിമഹുല്ലാഹ്, ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞു അൽ ഗിനാഉ മംനൂഉൻ ബിൽ കിതാബി വസ്സുന്ന, ഗിന സംഗീതം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനെ കൊണ്ടും സുന്നത്തിനെ കൊണ്ടും ഹറാമാക്കപ്പെട്ട, തടയപ്പെട്ട, നിരോധിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വഖാല അൽ ഇമാം ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹ് പറഞ്ഞു അൽ ഗിനാഉ മഅ ആലത്തിൻ, ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള സംഗീതം അത് അൽ ഇജ്മാഉ അലാ തഹരീമിഹി, അത് ഹറാമാണെന്നതിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മഹാന്മാരായ സലഫുകൾ പറഞ്ഞ ഖൗലുകൾ പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ തെളിവുകൾ വെച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയും പറഞ്ഞ ഭാഗമാണ് വായിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെയധികം വ്യാപിച്ചിട്ടുള്ള മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും അത് ഹറാമാണെന്ന് പോലും അറിയില്ല, അത്രയും വ്യാപിച്ചിട്ടുള്ള ഒരു തിന്മയാണ് യഥാർത്ഥത്തിൽ മ്യൂസിക് എന്നുള്ളത്. മുസ്ലിം നാമധാരികൾ തന്നെ, അല്ലെങ്കിൽ എത്രത്തോളം തൗഹീദുള്ള ആളുകൾ പോലും ആ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നു. അത് ഹറാമല്ല, അത് ജായിസാണ് എന്ന് പറയുന്ന ഫത്വകൾ കൊടുക്കുന്ന മതപണ്ഡിതന്മാർ വരെ ഇന്നുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടും അതുപോലെ തന്നെ ഹദീസുകൾ കൊണ്ടും മഹാന്മാരായ സലഫുകൾ മനസ്സിലാക്കിയ അവരുടെ വചനങ്ങൾ കൊണ്ടൊക്കെ തെളിഞ്ഞ വിഷയമാണ് സംഗീത മ്യൂസിക് എന്നുള്ളത്
ഹറാമായ കാര്യമാണ്. അനുവദനീയമായ ഒരു ഘട്ടം അത് തന്നെ ദഫിനെ സംബന്ധിച്ച് അതിന്റെ കൃത്യമായ ഹദ്ദുകൾ വെച്ചുകൊണ്ട് അത് എത്രമാത്രം ആവാം എന്നതിനെ സംബന്ധിച്ചും ഇവിടെ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീടുകളിൽ അത്തരം സമ്പ്രദായമുണ്ടെങ്കിൽ നമ്മുടെ മക്കളോ നമ്മുടെ ഉപ്പമാരോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരോ ആരെങ്കിലും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം പല കാരണങ്ങളുണ്ട്. തിന്മയെ എതിർക്കുക എന്നുള്ളത് ഏത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കിയ ഒരു കാര്യം തിന്മയാണെന്ന് മനസ്സിലാക്കിയ കാര്യത്തെ എതിർക്കുക എന്നുള്ളതും മനസ്സിലാക്കിയ നന്മ കൽപ്പിക്കുക എന്നുള്ളത് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ തിന്മയെ വിരോധിക്കുക എന്നുള്ളതും ഏത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അവർ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ ഇതിലെല്ലാവരും പെടും. അതുകൊണ്ട് നന്മകൾ പരസ്പരം ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. തിന്മകൾ കണ്ട അതിനെ പ്രതികരിക്കുക എന്നുള്ളതും നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. ഇതിൽ മറ്റൊരു വിഷയമുള്ളത് ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് നമ്മൾ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളാണ് കുടുംബത്തിലെ ഭരണാധികാരി എങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തിന്മ കണ്ടിട്ട് അതിനെ സമ്മതിച്ചു കൊടുക്കുക അനുവദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദയ്യൂസ് എന്ന പരിധിയിൽ പെടും എന്നുള്ളതാണ്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഒന്നാമത്തെ അർത്ഥം വ്യഭിചാരത്തിന് തന്റെ കുടുംബക്കാരെ കൂട്ടിക്കൊടുക്കുക എന്നാണ്. നാളെ പരലോകത്ത് വമ്പിച്ച ശിക്ഷയുള്ള അള്ളാഹുവിന്റെ ശാപമുള്ള വിഭാഗമാണ് യഥാർത്ഥത്തിൽ ദയ്യൂസ് എന്ന് പറയുന്നത്. അപ്പോ അച്ചരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന് തന്റെ മക്കളെയോ തന്റെ ഭാര്യയെയോ തന്റെ സഹോദരിമാരെയോ കൂട്ടിക്കൊടുക്കുന്ന ആളുകൾക്കാണ് ദയ്യൂസ് എന്ന് പറയുന്നതിന് അതിന് ഒന്നാമത്തെ അർത്ഥം. ഉലമാക്കൾ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ഏത് തിന്മ കണ്ടാൽ തിന്മക്കും നിന്നുകൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതികരിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ദയ്യൂസ് എന്ന് പ്രയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ വീടുകളിൽ അതുണ്ടെങ്കിൽ അതിനെ എതിർക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ളതാണ്, അത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന വിഷയമാണ്, അത് പാടില്ലാത്തതാണെന്ന് അവർക്ക് വളരെ സൗമ്യമായ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയും അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. എന്നിട്ടും അവർ തിരുത്താത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ ശക്തമായി ഇടപെടണം. അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.